Hello everyone, welcome to Aadish Creations. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെറാക്കോട്ട പെയിന്റിന്റും അതുപോലെ കമ്മലും ഒക്കെ ചെയ്യുന്ന വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇത് എങ്ങനെയാണ് പെയിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കൊരു ടെറാക്കോട്ട ജ്വല്ലറി സെറ്റ് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും. അപ്പോൾ ഇതാ നമ്മളെല്ലാം ചെയ്ത് ഉണക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിനി പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്രിലിക് കളേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറ്, പിന്നെ ഗോൾഡൻ കളറിൽ, അതുപോലെ നല്ല ഡാർക്ക് മെറൂൺ കളറിൽ പെയിൻറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 കളർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ വാർണിഷ് ഉണ്ട്, അതുപോലെ ഗിയർ വെയർ എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രഷസ് എടുത്തിട്ടുണ്ട്. ബ്രഷ് നമുക്ക് 0 സൈസോ 3 സൈസോ എടുക്കാം. പിന്നെ ഇതുപോലെ വാർണിഷൊക്കെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ബ്രഷ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു ജ്വല്ലറി മേക്കിംഗ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളറിലെ ബീഡ് വേണം കേട്ടോ. അത് നമ്മൾ ജ്വല്ലറി ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെയിൻ്റൊക്കെ ഒന്ന് എടുക്കാം. ഞാൻ ഇതുപോലെ കുറച്ച് പെയിൻറ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നമ്മുടെ ട്യൂബ് പെയിൻ്റ് ആയത് കാരണം കുറച്ചൊന്ന് അങ്ങിട്ട് പ്രയാസമാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊരു പെയിൻറ്റിൻ്റെ എടുത്തിട്ട് നമുക്കിതുപോലെ നല്ലതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എഡ്ര ക്ലേ ആയതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ പെയിൻറ്റ് ചാലിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണക്കിയെടുക്കാം. നന്നായിട്ട് അപ്ലൈ ചെയ്യണേ. എല്ലാ ഭാഗത്തും ബ്ലാക്ക് കളർ കിട്ടുന്ന വിധത്തിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടോ, നമ്മളിത് ഫുള്ള് നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇതിനെ ഉണക്കാനായിട്ട് വെക്കാം. പിന്നെ നമുക്കിനി വേണ്ടത് ബീഡാണ് കേട്ടോ. ബീഡ് ഇതുപോലെ സ്റ്റിക്കിൽ കൊത്തിയിട്ട് നമ്മൾ ചാലിച്ച് വെച്ചിട്ടില്ലേ, ആ ഒരു മിക്സിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മുക്കിയൊന്ന് എടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ ബീഡൊക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. കാരണം വെച്ചാൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കുറേ സമയം നമുക്കന്നേരം വേസ്റ്റ് ആയി പോകില്ല, നമുക്കത് വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിയെല്ലാം നമുക്കൊന്ന് കളർ ചെയ്തൊന്ന് വെക്കാം. ഇപ്പോൾ എല്ലാം കളർ ചെയ്ത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വേഗം തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതുപോലെ തെർമോക്കോളിലാണ് ഓരോ സ്റ്റിക്കും കുത്തി വെച്ചിരിക്കുന്നത്. കാരണം എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗോൾഡൻ കളറിലെ പെയിൻ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. നമ്മൾ കുറച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ചെടുത്തിട്ട് നമുക്ക് ഓരോ പെയിൻറ്റിങ്ങിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പെയിൻ്റ് എടുത്തു. എന്നിട്ട് നമ്മളിതാ പെയിൻ്റ് ഒന്ന് നമ്മുടെ വിരലിലൊന്ന് മുക്കിയൊന്നെടുക്കാം. ജസ്റ്റ് ഒന്ന് എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. വിരലുകളെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതാ കൈ വെച്ചിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ്ങിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ എല്ലാ പെയിൻറ്റിങ്ങും ഇതുപോലെ തന്നെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് എടുക്കണം. കണ്ടോ, നമുക്കൊരു ആൻറ്റിക് ഗോൾഡ് കളർ കിട്ടും. കണ്ടോ, വളരെ ഈസിയാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. അടുത്തത് നമുക്കതുപോലെ തന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ താഴത്തെ മുത്തിൽ വരാൻ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വരും. അത് നമ്മൾ അടുത്ത പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ അതങ്ങ് പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തെ മുത്തിന് നമ്മൾ കളർ കൊടുക്കുന്നത് മെറൂൺ കളറിലെ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ലോക്കറ്റിന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ ആൻറ്റി ഗോൾഡ് കളർ കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ബീഡ് ഒന്ന് കളർ ചെയ്തെടുക്കാം. ബീഡ് ഇതുപോലെ സ്റ്റിക്കിൽ കുത്തിയതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ബീഡിൽ നമ്മൾ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ അത് ഫസ്റ്റ് കോട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് ഒന്നും കൂടെ കൊടുക്കണം. എങ്കിലേ നമുക്ക് ആ ഒരു കളറ് നന്നായിട്ടൊന്ന് ഇരിക്കത്തുള്ളൂ കേട്ടോ. നമ്മളെപ്പോൾ ടെറാക്കോട്ട ജ്വല്ലറി നമ്മൾ മേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ പെയിൻറ്റ് കൊടുക്കുമ്പോൾ 2 പ്രാവശ്യമെങ്കിലും മിനിമം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. കണ്ടോ, അപ്പോൾ നമ്മളെല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പം നമുക്ക് ജ്വല്ലറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അതിനതാ ഗിയർ വെയർ എടുത്തിട്ടുണ്ട്. ഗിയർ വെയർ എടുക്കുമ്പോൾ അതാ പതുക്കെ അതിൻ്റെ സൈഡിലൊരു ചെറിയൊരു കൊളുത്ത് പോലുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് വേണം നമ്മൾ എടുത്തതിന് ശേഷം അത് കയറ്റി വെക്കാനായിട്ട്. അപ്പം അങ്ങനെ ഇരുന്നോളൂ. നമുക്ക് ആവശ്യമായിട്ടുള്ള വയർ നമുക്ക് മുറിച്ചെടുക്കുകയും ചെയ്യും. ഫസ്റ്റ് തന്നെ നമ്മൾ പെൻഡിൻ്റ് എടുത്തിട്ട് ആദ്യം ഒരു പെൻഡിൻ്റ് കയറ്റി, അതിന് ശേഷം നമ്മൾ അടുത്ത ബീഡ് കയറ്റി, പിന്നെ ഞാൻ അടുത്ത പെൻഡിൻ്റ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ജ്വല്ലറി ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് സൈഡിൽ നമുക്ക് കൊളുത്ത് കൊടുക്കണം. കൊളുത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ 2 ബീഡ് മുമ്പ് കാണിച്ചില്ലേ, ആ ഗോൾഡൻ കളറിൻ്റെ ബീഡ് 2 എണ്ണം വെച്ചിട്ട് 2 സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു ഗിയർ വെയറിനകത്തൂടെ കയറ്റണം. കണ്ടോ, ഇതുപോലെ കയറ്റിയതിന് ശേഷം ആ ഒരറ്റം ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്തൊന്ന് കൊടുക്കുക. ചരിച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ചെറിയ ബീഡല്ലേ അതിനകത്തോടെ നമുക്ക് വേഗം കയറിപ്പോയിക്കോളൂ. എന്നിട്ട് നമുക്ക് അതിനകത്തോടെ 2 ബീഡിനകത്തോടെ നമുക്കൊന്ന് ആ ഒരു ഗിയർ വെയറിൻ്റെ അറ്റം കയറ്റി കൊടുക്കണം. ഇപ്പോൾ കയറ്റിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമ്മൾ പതുക്കെ ഒരു ഭാഗമൊന്ന് വടിക്കുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് കൊളുത്ത് ചെയ്യാനുള്ള ഒരു കിട്ടും. എന്നിട്ട് നമ്മൾ ആ ഒരറ്റം നമ്മൾ കട്ട് ചെയ്തിട്ട് കളയുക ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ബീഡ് ക്ലിയർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് താഴത്തെ ബീഡൊന്നും മുകളിലോട്ട് പോരൊന്നും ചെയ്യത്തില്ല. അതങ്ങനെ തന്നെ ഗിയർ വെയർ ആണെങ്കിലും സെറ്റായിട്ട് ഇരുന്നോളും. സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും നമുക്ക് അത് ചെയ്ത് കൊടുക്കണം. ആ ഒരറ്റത്തും 2 ബീഡ് കയറ്റിയിട്ട് അതുപോലെ നമുക്ക് കൊളുത്താക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മൽ ചെയ്ത് കൊടുക്കും. കമ്മലിന് നമുക്ക് ആണി വേണമല്ലോ. അപ്പോൾ ഇതാ ഇത്രയും ആണിയാണ് എടുത്തിരിക്കുന്നത്. അതിന് തന്നെ ഗ്ലൂ നമുക്ക് എടുത്തിട്ട് ബാക്കിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കമ്മലിൻ്റെ ആണിയൊന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് വേഗം തന്നെ ഉണങ്ങിക്കോളും കേട്ടോ. രണ്ടിൻ്റെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വാർണിഷ് ചെയ്ത് കൊടുക്കാം. വാർണിഷ് ചെയ്യാനായിട്ട് പഴയ ഏതെങ്കിലും ബ്രഷ് ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. നല്ല ബ്രഷൊന്നും എടുത്തിട്ട് വാർണിഷ് ചെയ്യേണ്ട. നമുക്ക് എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടെറാക്കോട്ട ചെയ്തതിന് ശേഷം നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജ്വല്ലറീസിനൊക്കെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഒരു ആൻറ്റി ഗോൾഡ് കളറിലാണ് വന്നിരിക്കുന്നത്.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.